റൈറ്റ്. എന്നാലും നിതിൻ ഗഡ്കരിയുടെ ആ വെളിപ്പെടുത്തൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ചർച്ചയാകാനുള്ള സാധ്യത ബി.ജെ.പി രാഷ്ട്രീയത്തിലെങ്കിലും കാണുന്നുണ്ട്. നിപ സംശയത്തെ തുടർന്ന് മലപ്പുറം അതീവ ജാഗ്രതയിലാണ്. മലപ്പുറം വണ്ടൂരിൽ നടുവത്ത് യുവാവ് മരിച്ചത് നിപ മൂലമാണെന്നാണ് സംശയിക്കുന്നത്. ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിക്കുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണ്. മരിച്ച യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ളത് 26 പേരാണ്. ഇവരുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. തിരുവാലി പഞ്ചായത്തിൽ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗം ചേരുകയും ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളും ചർച്ച ചെയ്തു. നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും. അനുമോദ് അതിന്റെ വിവരങ്ങൾ നൽകും. മലപ്പുറം മഞ്ചേരി തിരുവാലി നടുവത്ത് സ്വദേശിക്ക് നിപ ഉണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ പരിശോധനാ ഫലങ്ങൾ വന്നതിന് ശേഷമേ മറ്റു കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാകൂ എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ യുവാവിന്റെ നിപ പരിശോധന ഫലത്തിൽ അന്തിമ ഫലം ലഭ്യമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ ബംഗളൂരുവിലായിരുന്നു പഠിച്ചിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇയാൾ നാട്ടിലെത്തുന്നത്. അയാളുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. തുടർന്ന് പനി അധികമായതോടെ ശനിയാഴ്ച പിറ്റേ ദിവസം അയാൾ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോവുകയും അവിടെ അയാളുടെ സാഹചര്യങ്ങൾ മോശമായതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ ചികിത്സയിലിരിക്കെയാണ് തിങ്കളാഴ്ച ഇയാൾ മരിക്കുന്നത്. അതിനുശേഷമാണിപ്പോൾ അയാളുടെ പരിശോധനാ ഫലങ്ങൾ കോഴിക്കോട് നിന്നുള്ള പരിശോധനാ ഫലത്തിൽ നിപ്പയുണ്ട് എന്ന സൂചന പുറത്തു വരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. ആശുപത്രികളിലും അതേപോലെ തന്നെ ഇയാളുടെ നാട്ടിലും കുടുംബത്തിലും ഇയാളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ് ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. ഇതിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ മാത്രം 40-ലധികം പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. അതുപോലെ നാട്ടിലും വണ്ടൂരിലെ ആശുപത്രിയിലുമൊക്കെ സമാനമായ സാഹചര്യമാണ്. അപ്പോൾ ഏകദേശം ഒരു 70-ലധികം പേർ ആകെ സമ്പർക്ക പട്ടികയിലുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. 2 മാസം മുൻപാണ് മലപ്പുറത്ത് നിപ ബാധിച്ചൊരു കുട്ടി മരിച്ചത്. അപ്പോൾ അന്ന് കൈക്കൊണ്ട നടപടികൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവാലി പഞ്ചായത്ത് ഇത് സംബന്ധിച്ച യോഗം ചേർന്ന് നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫലം ഔദ്യോഗികമായിട്ട് വന്നാൽ ഇയാൾക്ക് നിപ്പയുണ്ടായിരുന്നു എന്ന ഫലം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുൻപ് പാണ്ടിക്കാട് കൈക്കൊണ്ട നടപടികൾ അതേപോലെ തന്നെയായിരിക്കും ഇവിടെയും നടപ്പാക്കുക എന്നാണ് അറിയാനാകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾക്ക് ബാംഗ്ലൂരിൽ നിന്നാണോ ഈ രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് അതിനെ അറിയാനുള്ളത്. ഈ രോഗം സ്ഥിരീകരിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി അവരുടെ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഒരു ഫലം വരുന്നതുവരെ കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഫലം പോസിറ്റീവായാൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ നടപടികളെല്ലാം തന്നെ ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അന്ന് വൈകുന്നേരത്തോടെ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് അറിയാനാകുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഒരു ജാഗ്രതാ മുൻകരുതൽ പുലർത്തുക, പ്രത്യേകിച്ചും ആ പ്രദേശത്തുള്ളവർ. ഒരിടവേളയിലേക്ക് പോകുന്നു, തിരികെ എത്താം.